നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പച്ച ചക്ക കൊണ്ട് ഒരു കബാബാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കബാബിന്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പച്ച ചക്കയുടെ ചോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊല്ലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ ടോപ്പ് ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം. ചക്കക്കുരു കൊണ്ട് മസാല തയ്യാറാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിക്കനോ മീറ്റോ വേറെ എന്തെങ്കിലും ചമ്മന്തി എന്തായാലും മതിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട്. അപ്പോൾ ഒരു ഫ്രൈ പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ഇട്ടൊന്ന് വഴറ്റാം. ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രം അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും കൂടി ചതച്ചത് അത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ആ ചക്കക്കുരു ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ചക്കക്കുരു ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ചക്കക്കുരു മിക്സ് നല്ല ടേസ്റ്റാണ്. ഇതിന് വേറെ ചിക്കൻ്റെയോ മീറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഫില്ലിങ് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ചക്കച്ചുളയുടെ കുരു ഒന്നെടുത്ത് മാറ്റണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുരു എടുത്ത് മാറ്റിയാൽ മതി. നടുക്കുന്ന് കട്ട് ചെയ്തത് ഒരു സൈഡിൽ നിന്ന് മാത്രം കട്ട് ചെയ്യണം. നടുക്കുന്ന് കട്ട് ചെയ്താൽ വിട്ടും ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മാത്രം കട്ട് ചെയ്തിട്ട് കുരു എടുത്ത് മാറ്റിയാൽ മതി. വിട്ടു പോകരുത്. ഇതുപോലെ കുറച്ച് മാത്രം തുറന്നിരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഈ ചക്കച്ചുളയുടെ ഉള്ളിൽ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കബാബ് ഉണ്ടാക്കി നോക്കണം. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആരും ഈ മെത്തേഡിൽ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെയും കൂടി കുരു കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഒരെണ്ണം കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് കുരു കളയണമെന്ന്. ചക്കച്ചുളയുടെ അടിഭാഗം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ സൈഡിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 2 സൈഡും പൊളന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഫില്ല് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ബാലൻസ് വന്ന ചെമ്മീൻ മസാല ഫ്രൈ ഉണ്ട്. അപ്പോൾ 3 അത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണതിന് മുമ്പ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട് 1-2 സാധനങ്ങളിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മുട്ട മാത്രം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് ഈ മുട്ട അടിച്ചതിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരൊറ്റ കോട്ടിങ് കൊണ്ട് ശരിയാവില്ല. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഈ കോട്ടിങ് മൊത്തം അങ്ങോട്ട് പോകും. കാരണം ഈ ചക്കച്ചുളയിൽ ഇങ്ങനെ ഇത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കോട്ടിങ് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ഫ്രൈ ചെയ്യുമ്പോൾ മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കോട്ടിങ് കൂടെ ചെയ്യാനുണ്ട്. ഇതുപോലെ എല്ലാം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റുക. എന്നിട്ട് വീണ്ടും ഒരു കോട്ടിങ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കാം. പിന്നെ ഒരുപാട് ലൂസ് അങ്ങോട്ട് ആവണ്ട. കുറച്ച് കട്ടിയിൽ വേണം കലക്കാനായിട്ട്. അപ്പോൾ കോട്ട് ചെയ്ത് വെച്ച ചക്കച്ചുള വീണ്ടും ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി ഒന്ന് മുക്കിയെടുക്കാം.
നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോകില്ല. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായ എണ്ണ ചീനച്ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. അടിഭാഗം കുറച്ച് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓരോ സൈഡ് ഇങ്ങനെ തെന്നിച്ച് ഇട്ട് കൊടുക്കണം. ഈ ഉന്നക്കയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് റൗണ്ട് ഷേപ്പിലായത് കാരണം ഒന്നിങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ തെന്നിച്ച് വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാ സൈഡും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തെ ഫില്ലിങ് ഒന്ന് കാണിച്ചു തരാം. ചെമ്മീൻ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തില്ലേ, അതാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഫില്ലിങ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.